കൽദായീകരണം എന്ന കൊലക്കയർ ഡോക്ടർ സ്കറിയ സക്കറിയ എഴുതുന്നു. കുറെ കാലമായി കേരളത്തിൽ നടക്കുന്ന സംഘടിത പ്രവർത്തനത്തിന്റെ ലക്ഷ്യം നസ്രാണിയുടെ ആത്മദർശനത്തെ മാറ്റിമറിക്കുക എന്നതാണ്. താൻ കത്തോലിക്കനാണ് എന്ന് ഉരുവിട്ട് നടന്ന നസ്രാണിയുടെ ചുണ്ടുകളിൽ താൻ കൽദായനാണ് എന്ന വാക്യം തിരികെ കയറ്റുകയും ചെകിടടിപ്പിക്കുന്ന തരത്തിൽ പഠനക്കളരികൾ, വിദ്യാപീഠങ്ങൾ, ബലിപീഠങ്ങൾ, സൺഡേ സ്കൂളുകൾ എന്നിവയിൽ നിന്നും ഘോര ശബ്ദത്തിൽ കൽദായ ഘോഷങ്ങൾ മുഴക്കുകയും ചെയ്ത് കൽദായ വിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ പൂർണ്ണമായും ഈ നാടിന്റെ ഭാഗമാണ്. ക്രിസ്തു സന്ദേശം ഉൾക്കൊണ്ട തന്റെ പൂർവികർ ഈ മണ്ണിൽ തനിമയുള്ള ക്രൈസ്തവ സമൂഹമായി വളരുകയായിരുന്നു എന്നും തനിക്ക് ഇവിടെ മാത്രമേ വേരുകളുള്ളൂ എന്നും ഉറച്ച് വിശ്വസിച്ചിരുന്ന നസ്രാണിക്ക് ഇപ്പോൾ ഹൃദയത്തിൽ പോറലുണ്ടാക്കി വലിയൊരു കൽദായ ഓപ്പറേഷൻ നടത്തുകയാണ്. അയാളുടെ മതാത്മകതയുടെ വേരുകൾ കൽദായ ദേശത്താണ് പോലും. പണ്ട് കൽദായ ദേശത്ത് നിലനിന്നിരുന്നത് പോലെ ആവണം പോലും അവന്റെ പള്ളിയുടെ സംവിധാനം. അവന്റെ മതചിന്ത മുഴുവൻ കൽദായ ദേശത്ത് നിലനിന്നതുപോലെ ആയാലേ അവൻ ക്രിസ്ത്യാനിയാവും. അതാണ് പോലും അവന്റെ തനിമ. നസ്രാണി കൽദായനായാൽ എങ്ങനെ നസ്രാണി തനിമ നിലനിർത്തും? എന്താണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം? നസ്രാണിക്ക് തോന്നണം താൻ ഇവിടെ അന്യനാണെന്ന്, ഇതുവരെ ശീലിച്ചതൊക്കെ തന്റേതല്ലെന്ന്. അതുകൊണ്ട് താൻ ഉപയോഗിക്കുന്നതെല്ലാം കൽദായമായിരിക്കണം. ഒരു പടയോട്ടത്തിന്റെ പ്രീതി ഉളവാക്കി നടത്തുന്ന കൽദായീകരണം നസ്രാണിയുടെ സ്വത്വബോധം ഉടച്ചു വാർക്കുകയാണ്. ഈ ഉടച്ചുവാർക്കൽ നസ്രാണിയെ എവിടെ കൊണ്ടുവന്നെത്തിക്കും? മനുഷ്യർക്ക് തങ്ങൾ ജീവിക്കുന്ന സംസ്കാരത്തെ ഇല്ലാതാക്കി മറ്റൊരു സംസ്കാരം ബലാത്കാരമായി കെട്ടിയേൽപ്പിക്കുന്നത് എത്രത്തോളം ശൂന്യത സമൂഹത്തിൽ സൃഷ്ടിക്കും? ഞങ്ങൾ വ്യത്യസ്തരാണ്. ഞങ്ങളുടെ ആത്മീയ പൈതൃകം മറുനാട്ടിലാണ്. ഞങ്ങളുടെ സംസ്കാരം വേറിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് മറ്റു കേരളീയരുമായി ചരിത്രപരമായ ബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് മാർത്തോമ പൈതൃകവുമായി ബന്ധവുമില്ല എന്ന് നസ്രാണിയെ കൊണ്ട് പറയിപ്പിക്കുന്ന തന്ത്രമാണിത്. സീറോ മലബാർ സഭയുടെ ആധ്യാത്മികതയ്ക്ക് എന്ത് കോട്ടം തട്ടിയിട്ടാണ് ഈ കസേരമാറ്റം സഭാവൃന്ദങ്ങൾ നടത്തുന്നത്? പാശ്ചാത്യ ലത്തീൻ സഭയെ വരെ അമ്പരിപ്പിക്കുന്ന വണ്ണം സീറോ മലബാർ സഭ നേടിയ വളർച്ചയാണോ ഈ പെട്ടെന്നുള്ള കസേരമാറ്റത്തിന് കാരണം? സീറോ മലബാർ സഭയ്ക്ക് ഇത്രയേറെ വളർച്ച സമ്മാനിച്ച കാര്യങ്ങൾ തന്നെ അടർത്തി മാറ്റി സഭയെ ഒരു മ്യൂസിയമാക്കി പ്രദർശിപ്പിക്കുവാൻ ആർക്കാണിത്ര താല്പര്യം? നസ്രാണി തനിമ വെടിയാതെ സങ്കലനവും അനുരൂപണവും വഴി നേടിയെടുത്ത കാര്യപ്രാപ്തി ഉപയോഗിച്ചുള്ള വളർച്ചയിൽ ആർക്കാണിത്ര വിഷമം? ഈ ചോദ്യങ്ങളെല്ലാം മാർത്തോമായുടെ സഭയെ കൽദായീകരിക്കാൻ ലക്ഷ്യം വെച്ചിറങ്ങിയ ഓറിയന്റൽ കോൺഗ്രിഗേഷനിലേക്കും കൽദായ നെസ്റ്റോറിയൻ വാദികളിലേക്കും സംശയകരമായി നിഴൽ വീശുന്നു. സംസ്കാരവും ആത്മീയ പൈതൃകവും ആരാധനക്രമവും നിലപാടും നിർണയിക്കുവാൻ സ്വയം അവകാശവും സ്വാതന്ത്ര്യവും ഉള്ളപ്പോൾ എന്തിനാണ് സീറോ മലബാർ സിനഡ് തന്റെ അധികാരം ഓറിയന്റൽ കോൺഗ്രിഗേഷന് അടിയറവ് വയ്ക്കുന്നത്? സീറോ മലബാർ സഭയുടെ സ്വയാധികാരം എന്നത് ഓറിയന്റൽ കോൺഗ്രിഗേഷന് കീഴിൽ എന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇതും കൊളോണിയൽ തന്ത്രം തന്നെയല്ലേ? ലത്തീൻ സഭ കാലത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പൗരസ്ത്യ സഭകളെല്ലാം അതിന്റെ പാരമ്പര്യം തേടി പിന്നോട്ട് പോകണമത്രേ. പാശ്ചാത്യ സഭ പൗരസ്ത്യ സഭകളിൽ നിന്നും സ്വീകരിക്കുന്നത് സഭയുടെ ആധ്യാത്മികത വളർത്തുകയും അതേസമയം ലത്തീൻ സഭയിൽ നിന്നും പൗരസ്ത്യ സഭകൾ സ്വീകരിക്കുന്നവ എല്ലാം പൗരസ്ത്യ സഭകളുടെ കന്യകാത്വം നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന സിദ്ധാന്തത്തിന്റെ യുക്തി എന്താണ്? ഇന്ത്യക്കാർ പാൻസും കോട്ടും സായിപ്പിൽ നിന്നും സ്വീകരിച്ചു. അവയൊന്നും ഉപേക്ഷിക്കുവാൻ ഭ്രാന്ത് പിടിച്ച് ഓടുന്നുമില്ല. എന്നാൽ പാൻസും കോട്ടും ഇന്ത്യക്കാരന്റെ തനതായ പൈതൃകമാണെന്ന് പറയുന്നതിനോട് വിവേകമുള്ളവർ യോജിക്കില്ല. അത് ഇന്ത്യക്കാർ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ നിന്നും സ്വീകരിച്ചവയാണ്. അത് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അത് അഴിച്ചുവെച്ച് നിങ്ങളുടെ തനതായ പാരമ്പര്യത്തിന്റെ വസ്ത്രമെടുക്കുവാൻ പറഞ്ഞാൽ ആരും വകവെക്കില്ല. എന്നാൽ പാൻസും ഷർട്ടുമാണ് നിങ്ങളുടെ പൈതൃക വസ്ത്രം എന്ന് പറഞ്ഞ് അത് ആരെങ്കിലും കെട്ടിയേൽപ്പിക്കുവാൻ ശ്രമിച്ചാലും നമ്മൾ ആരും തന്നെ യോജിക്കില്ല. സുറിയാനി സഭയുടേതും ലത്തീൻ സഭയുടേതുമായ നിരവധി പാരമ്പര്യങ്ങൾ ഇത്തരത്തിൽ നമ്മൾ സ്വീകരിച്ചവയാണ്. സുറിയാനിയും ലത്തീനും ഇന്നത്തെ സീറോ മലബാർ സഭയുടെ വളർച്ചയെ സ്വാധീനിച്ച രണ്ട് വിദേശ പൈതൃകങ്ങളാണ്. ഇവയൊക്കെ സ്വാധീനങ്ങളാണ്. സ്വാധീനങ്ങൾ പൈതൃകത്തിന്റെ ഉപഘടകമാകാം. വിദേശ പൈതൃക സ്വാധീനങ്ങൾ ദേശസാൽക്കരിക്കാതെ ഒരു സംസ്കാരത്തിലേക്ക് ഇഴകിച്ചേരുവാൻ കഴിയില്ല. ഇത്തരത്തിൽ ഇഴകിച്ചേർന്നവയെ വീണ്ടും ബലാത്കാരമായി അടർത്തി മാറ്റി ഞൊടിയിടയിൽ പുതിയ പൈതൃകം അടിച്ചേൽപ്പിക്കുക എന്നതും മനുഷ്യ ജീവിതത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു. ലത്തീനിൽ നിന്നും സുറിയാനിയിൽ നിന്നും ലഭിച്ചവയെ മാർത്തോമ നസ്രാണികൾ തങ്ങളുടെ തനതായ സംസ്കാരവുമായി ഇഴുകിച്ചേർത്ത് മെനയുമ്പോൾ മാത്രമാണ് അവയ്ക്ക് സാംസ്കാരിക ജീവൻ ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ അവ നിയമങ്ങളനുസരിച്ച് മാനുഷിക ജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന യന്ത്രസമാനമായ പ്രവർത്തികൾ മാത്രമായി ചുരുങ്ങും. ഇത്തരം ഒരു സാഹചര്യത്തിൽ സ്വന്തം സ്വത്വം തന്നെ കൽദായ നെസ്റ്റോറിയൻ സഭയുടെ കീഴിൽ പ്രതിഷ്ഠിക്കുക എന്നത് എത്രത്തോളം വലിയ അവിവേകമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സീറോ മലബാർ സഭയിലുള്ള എല്ലാം, പ്രത്യേകിച്ച് ലിറ്റർജി പോലും ലത്തീൻ വൽക്കരിക്കപ്പെട്ടതാണെങ്കിൽ പോലും നസ്രാണി കത്തോലിക്ക സഭയെ ലത്തീൻ സഭയിൽ ലയിപ്പിക്കാത്തത് മാർത്തോമ പൈതൃകത്തിൽ ഉരുത്തിരിഞ്ഞ തനതായ സ്വത്വബോധവും സ്വയം ഭരണവുമാണ്. ഇതേ മാർത്തോമൻ പൈതൃകം തന്നെയാണ്
സീറോ മലബാർ സഭയെ നെസ്തോറിയൻ സഭയുടെ പുത്രി സഭയാക്കാനുള്ള ചില മൗലികവാദികളുടെ തന്ത്രങ്ങളെ എതിർക്കുവാനും കാരണമായി നിൽക്കുന്നത്. ഒരു സഭയ്ക്ക് രണ്ട് പിതൃത്വം എന്നത് എത്രയോ വിഡ്ഢിത്തമാണെന്ന് കൽദായവാദികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.